Hi students. Last day നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തത് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ വെൽഫെയർ ഓഫ് വർക്കേഴ്സ് ആയിരുന്നു. ഇന്നത്തെ ലെക്ചർ പ്രൊവിഷൻ റിഗാർഡിംഗ് വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും. ആൻഡ് ഇന്ന് ഇച്ചിരി സ്പീഡിൽ നമുക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ മൊഡ്യൂൾ സെക്കൻഡ് എൻഡ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് സ്പീഡായിട്ട് വർക്ക് പോയാലും ക്ലാസ് പോയാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഫസ്റ്റ് വൺ ഇസ് അവേഴ്സ് ഓഫ് വർക്ക്. പ്രൊവിഷൻ റിഗാർഡിംഗ് വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് അവേഴ്സിന് എന്തൊക്കെ രീതിയിലുള്ള പ്രൊവിഷനാണ് നമ്മുടെ ലോ പറഞ്ഞിരിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് ലോ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് അവേഴ്സ് ഓഫ് വർക്ക്. ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 51. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ സെഷൻ 51. ദർ ഇസ് സം എറർ. ഇതൊന്ന് നോട്ട് ചെയ്യുക. അവേഴ്സ് ഓഫ് വർക്ക് ഇൻ സെഷൻ 51. The Act laid down that no adult worker shall be required or allowed to work in a factory for more than 48 hours in a week. ഒരു അഡൾട്ട് വർക്കറിന് ഒരിക്കലും 48 മണിക്കൂർ, ഒരു വീക്കിൽ 48 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഈ ലോ പറയുന്നത്. നോർമലി 6 വീക്സ് ആയിരിക്കും, 6 ഡേയ്സ് ആയിരിക്കും വീക്കിൽ വർക്കിംഗ് എടുക്കുന്നത്. സോ 48/6 8/6 സോ 8 hours ഡെയിലി ആണ് ഒരാളുടെ വർക്കിംഗ് ടൈം എന്നാണ് സെഷൻ 51 പറയുന്നത്. സെക്കൻഡ് വൺ, ഹോളിഡേയ്സ്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നോ അഡൾട്ട് വർക്കർ ഷാൽ ബി റിക്വയർഡ് ടു വർക്ക് ഓൺ സൺഡേ അൺലെസ് ദ ഫാക്ടറി മാനേജർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് സൺഡേ ബൈ എ ഹോളിഡേ 1 or 3 days ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഓർ ആഫ്റ്റർ സൺഡേ. സൺഡേ ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഫാക്ടറി മാനേജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആ സൺഡേ വിത്ത് എനി ഓഫ് ദ ഇമ്മീഡിയറ്റ് ഡേയ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഏതെങ്കിലും ഒരു ഡേയ്സിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോളിഡേ കൊടുക്കണമെന്നാണ് വീക്ക്ലി ഹോളിഡേയ്സ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കോമ്പൻസേറ്ററി ഹോളിഡേ, വിച്ച് ഇസ് ഇൻ സെഷൻ 53. Compensatory holiday is a holiday that is allowed to a worker in lieu of some due holiday on which the worker worked. ഓക്കെ, അതാണ് കോമ്പൻസേറ്ററി ഹോളിഡേ. ഏതെങ്കിലും ഒരു ഹോളിഡേ ആയിട്ടുള്ള ദിവസം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേറൊരു ദിവസം കോമ്പൻസേറ്ററി ഹോളിഡേ കൊടുക്കുക. ദാറ്റ് ഈസ് കോമ്പൻസേറ്ററി ഹോളിഡേ. And the next one, daily hours. Section 54 mentions that no adult worker shall be required to work for more than 9 hours on a day. 9 hours കൂടുതൽ ഒരിക്കലും വർക്ക് ചെയ്യരുതെന്നാണ് ഡെയിലി അവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദ ഡെയിലി മാക്സിമം വർക്കിംഗ് അവേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദ സെഷൻ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ദ ചേഞ്ച് ഇൻ ഷിഫ്റ്റ് ബൈ ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ചീഫ് ഇൻസ്പെക്ടർ. എന്തെങ്കിലും ചേഞ്ച് ഇൻ ഷിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്, അത് അപ്രൂവ്ഡ് ആയിരിക്കണം ചീഫ് ഇൻസ്പെക്ടറിൻ്റെ. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ്, ദാറ്റ് ഇസ് വർക്കിംഗ് അവേഴ്സ് ക്യാൻ ബി എക്സ്റ്റെൻഡ്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻ സെഷൻ 54. നെക്സ്റ്റ്, ദ ഇൻ്റർവൽ ഫോർ റെസ്റ്റിനുള്ള ടൈമിനെ മെൻഷൻ ചെയ്തിരിക്കുന്ന സെഷൻ 55. No adult worker shall be required to work for more than 5 hours continuously. That is, after 5 hours, the worker shall have a rest for at least half an hour. 5 മണിക്കൂർ കൂടുതൽ ആരെയും വർക്ക് ചെയ്യിപ്പിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട്. ഹി വിൽ ഗെറ്റ് എക്സോസ്റ്റഡ്. സോ ഒരു ഹാഫ് അവർ ബ്രേക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് ഇൻ സെഷൻ 55. നെക്സ്റ്റ് 56, ദാറ്റ് ഇസ് സ്പ്രെഡ് ഓവർ. The period of work, including such intervals for rest, shall be so arranged that they shall not spread over more than 10.5 hours for reasons to be specified by him in writing. Period of work, including intervals, ഒരിക്കലും 10.5 hours കൂടരുത്. Okay, that is mentioned in the spread over. Next, night shift, that is section 51. Where a worker in a factory works on a shift which extends beyond midnight, a holiday for him will mean a period of 24 hours beginning when his shift and the following days deemed to be the period of 24 hours beginning when each shift ends, and the hours he has worked after midnight should be counted in the previous day. Night shift ആയിട്ട് അയാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ മിഡ് നൈറ്റ്, ഒരു ഹോളിഡേ കൊടുക്കണം. എപ്പോൾ തൊട്ട്? ആ ഷിഫ്റ്റ് തീരുന്നത് തൊട്ടുള്ള 24 hours ഹോളിഡേ ആയിരിക്കണം. കൂടുതലും ആണുങ്ങൾക്കാണെങ്കിൽ, മെൻ വർക്കേഴ്സിനാണെങ്കിൽ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റിന് പറയാൻ റെസ്ട്രിക്ഷൻസോ പ്രൊവിഷൻസോ ഒന്നുമില്ല. ബട്ട് ഫീമെയിൽ വർക്കേഴ്സിനാണെങ്കിൽ ദേ ക്യാൻ ക്ലെയിം ഫോർ സം റെസ്ട്രിക്ഷൻ. അവർക്ക് പറയാം നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടാവും. സോ ദർ ആർ പ്രൊവിഷൻസ് ഫോർ ദ ഫീമെയിൽ വർക്കേഴ്സ് ടു. പല കേസസും ഉണ്ട്. സോ ദീസ് ആർ ദി നൈറ്റ് ഷിഫ്റ്റ് ഡീറ്റെയിൽസ്. Okay, now moving on to the provision of overlapping shifts അല്ലെങ്കിൽ സെഷൻ 58. സെഷൻ 58 എന്താ പറഞ്ഞിരിക്കുന്നത്? Work shall not be carried on in a factory by means of a system of shift so arranged that more than one relay of workers is engaged in work of the same kind at the same time. The
government or chief inspector may grant any factory exception from his rule by a written order. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ ഒരേ റിലേ ഓഫ് വർക്കേഴ്സിനെ ഒരേ കൈൻഡ് ഓഫ് വർക്ക് ഒരേ ടൈമിൽ കൊടുക്കരുത്. ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം, ഓവർലാപ്പ് ചെയ്യരുത് ഷിഫ്റ്റ്സിന്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ ഇൻസ്പെക്ടർ റിട്ടേൺ ഓർഡർ കൊടുത്താൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്യാവുള്ളൂ. അതർവൈസ് ദ ഓവർലാപ്പിംഗ് ഷിഫ്റ്റ് ഇസ് പ്രൊഹിബിറ്റഡ്. Okay, that is in session 58. Now moving on to the extra wages for overtime. Overtime in extra wages kittum. Adu orappulla karyana. What is the session? Session 59. If a worker work for more than 9 hours on any day or for more than 48 hours in a week, he will get his overtime wages at the rate of twice his ordinary rate of wage. എന്ന് വെച്ചാൽ 9 hours കൂടുതൽ ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ടോട്ടലി 48 hours അല്ലേ, 8 into 6, 48 hours കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ് ഓവർ ടൈം വേജസ്. എങ്ങനെ? അയാൾ നോർമൽ വേജ് റേറ്റിൻ്റെ ട്വൈസ് ആയിട്ടായിരിക്കും ഓവർ ടൈം വേജസ് കൊടുക്കണമെന്നാണ് എക്സ്ട്രാ വേജസ് ഫോർ ഓവർ ടൈം 59 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. Next one's restriction on double employment, that is session 50. No adult worker shall be allowed to work in a second factory on any day on any which he has already been working in one factory. ഒരു ഫാക്ടറിയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അതേസമയം വേറെ ഫാക്ടറി വർക്ക് ചെയ്യാൻ പാടില്ല. ദർ ഇസ് റെസ്ട്രിക്ഷൻ ഇൻ ഡബിൾ എംപ്ലോയ്മെൻറ്റ് മെൻഷൻ ഇൻ സെഷൻ 60. നെക്സ്റ്റ് 61, നോട്ടീസ് ഓഫ് പീരീഡ് ഓഫ് വർക്ക് ഫോർ അഡൾട്ട്. All the factories should display a notice of period of work for adults showing clearly for every day the periods during which adult workers should be required to work. എല്ലാ ഫാക്ടറീസും നോട്ടീസ് കാണണം, പീരീഡ് ഓഫ് വർക്ക് ഫോർ അഡൾട്ട്സ് ഷോയിങ് ക്ലിയർലി ഫോർ എവറി ഡേ ദ പീരിയഡ്സ് ഡ്യൂറിങ് വിച്ച് അഡൾട്ട് എംപ്ലോയീസ് വുഡ് ബി റിക്വയർഡ് ടു വർക്ക്. എത്ര നേരം അവർ വർക്ക് ചെയ്യണമെന്നുള്ളൊരു നോട്ടീസ് എല്ലാ ഫാക്ടറിയിലും ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ എനി ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ മെജോറിറ്റി ഓഫ് വർക്കേഴ്സ്. ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാകുന്നെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ടൈം ടേബിൾ ഉണ്ടാവും. ആ ഓർഗനൈസേഷൻ എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ടൈം ടേബിൾ. എത്ര വർക്കേഴ്സ് ഏതൊക്കെ ടൈം ഇവിടെ എൻഗേജ്ഡ് ആണ് വർക്കിൽ അതറിയാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ നോട്ടീസ് ഓഫ് പീരീഡ് ഓഫ് വർക്ക് ഫോർ അഡൾട്ട്സ് ഇൻ സെഷൻ 61. Next one, register of adult workers, that is session 62. The manager of the factory should maintain a register of adult workers showing following details and make it available to the inspector at the times during working hours. ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം, അഡൾട്ട് വർക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൊരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ടു ദ ഇൻസ്പെക്ടർ. എന്തൊക്കെ ഉണ്ടാവണം അതിൽ? അയാളുടെ പേരുണ്ടാവണം, അയാളുടെ നേച്ചർ ഓഫ് വർക്ക് ഉണ്ടാവണം, ഇൻ വിച്ച് ഗ്രൂപ്പ് ഹി ബിലോങ്സ്, ആൻഡ് ഇഫ് ഹിസ് ഗ്രൂപ്പ് വർക്ക് ഇൻ ഷിഫ്റ്റ് ഏത് റിലേയിലാണ്. ഒരു ഷിഫ്റ്റിൽ തന്നെ പല പല റിലേ ആൾക്കാരുണ്ടാവും. റിലേ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിൽ ഏത് റിലേയിലാണ് ആ ആളുള്ളത്, സച്ച് അതർ പാർട്ടിക്കുലേറ്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതും ദീസ് ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ. No adult worker shall be required or allowed to work in a factory unless his name or other particulars have been entered in the register of adult workers. പേര് രജിസ്റ്റർ ഇല്ലാത്ത ആരും വർക്ക് ചെയ്യാൻ പാടില്ല. This is one of the other important things. These are the register of adult workers in session 62. Next, the restriction on employment of women. വിമനിൻ്റെ റെസ്ട്രിക്ഷൻ എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റിൽ? ഇറ്റ് ഈസ് മെൻഷൻ ഇൻ സെഷൻ 66. The provision of Factory Act is applicable to both men and women, but a few special provisions relating to the adult female workers have also been incorporated in the Act. These provisions are: no women shall be employed in any factory except during the hours of 6 AM to 7 PM. 6 തൊട്ട് 7 മണി രാത്രി വരെ മാത്രമേ ഒരു വിമൻ ഒരു ഫാക്ടറി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ക്യാൻ ചേഞ്ച് ഇറ്റ്. ബട്ട് ഗവൺമെൻറ്റിന് കുറച്ച് നോട്ടിഫിക്കേഷൻ നേരത്തെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ചേഞ്ച് ഫ്രം 7 AM. ഓക്കെ. No women workers shall be allowed to work in a factory for more than 48 hours in a week or 9 hours in a day. അതെല്ലാവർക്കും ഉള്ളത്, അതേപോലെ തന്നെ വിമനും ഉണ്ട്. There shall be no change of shift of women workers except after a weekly holiday or any other holiday. ഷിഫ്റ്റ് ഓഫ് വിമൻ വർക്കേഴ്സ് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പാടില്ല. ഒരു വീക്ക്ലി ഹോളിഡേക്കോ ഒരു എനി അതർ ഹോളിഡേക്ക് ശേഷമേ ഷിഫ്റ്റ് മാറ്റിയ കാര്യം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ പാടുള്ളൂ. ദീസ് ആർ ദ റെസ്ട്രിക്ഷൻസ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൻ. നെക്സ്റ്റ്, ഇതിലുള്ളിൽ പെടുന്ന 2 കാര്യങ്ങളാണ് വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. വിമൻ്റെ തന്നെ. No women shall be allowed to clean, lubricate or adjust any part of the machinery which is working.
ഒരു വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മെഷീനറിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ വിമനെ വെക്കരുത്. ബിക്കോസ് ദർ ഇസ് റിസ്ക് ഓഫ് ഇഞ്ചുറി. എക്സ്പോസ് ആകുമ്പോൾ ഇഞ്ചുറി ഉണ്ടാവുന്ന ഒരു കേസാണെങ്കിൽ അത് പാടില്ല. സിമിലർലി കോട്ടൺ ഓപ്പനേഴ്സിൻ്റെ ഏരിയയിലും വിമനിനെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, ക്രഞ്ചസ്. In every factory there wherein more than 30 women workers are ordinarily employed, there shall be provided and maintained a suitable room and rooms for the use of the children under the age of 6 years. ക്രഞ്ചസ് എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള വിമൻ എന്നുള്ളത് ഡെയിലി കൺസെപ്റ്റാണ്. ബട്ട് ഒരു 30 വിമനിനേക്കാളും കൂടുതലൊരു ഫാക്ടറിയിലുണ്ടെങ്കിൽ അവൾ ക്രഞ്ചസ് ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ക്രഞ്ചസ്? പിള്ളേർക്ക് വേണ്ടി ഒരു റൂം. അവരുടെ കുട്ടികൾക്ക്, ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമായിരിക്കും. സിമിലർലി അവിടെ ഫീഡിങ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാവണം. ഓക്കെ, ദിസ് ഇസ് ക്രഞ്ചസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡേഞ്ചറസ് ഓപ്പറേഷൻ. Where the state government declares any process of operation in any factory or dangerous or injurious to the health of women, it may have rules prohibiting or restricting the employment of women in that area. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയിൽ ഇഞ്ചുറീസ് ആണ്, വിമൻ ഹെൽത്തിന് ഇഞ്ചുറീസ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അതിലൊരിക്കലും വിമൻ എംപ്ലോയീസിനെ വെക്കാൻ പാടില്ല. ദിസ് ഇസ് ദ മെൻഷൻഡ് ഇൻ ദി ഡേഞ്ചറസ് ഓപ്പറേഷൻ സെഷൻ. ഓക്കെ, ദീസ് ആർ the provision regarding working hours. Okay, now moving on to the employment of young people. Young persons in employment base ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അത് നമുക്കറിയാം, ഒരു 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻ സെഷൻ 60. ദിസ് ഇസ് നെക്സ്റ്റ് വൺ ഇസ് നോൺ അഡൽട്ട് വർക്കേഴ്സ് വിച്ച് ഇസ് ഇൻ സെഷൻ 68. ഇപ്പോൾ 14 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് പക്ഷേ അവൻ ഫിറ്റാണ് വർക്ക് ചെയ്യാൻ എന്ന രീതിയിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹി വിൽ ബി അലൗഡ് ടു വർക്ക്. ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദി സെഷൻ 68 ഓഫ് നോൺ അഡൽട്ട് വർക്കേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് വിച്ച് ഇസ് ഇൻ സെഷൻ 70. എന്ന് വെച്ചാൽ ഒരു യങ് പേഴ്സൺ വർക്ക് ചെയ്യണം, ഫാക്ടറിക്ക് ഫിറ്റാണ് വർക്ക് ചെയ്യണമെന്ന് പറയാൻ ഒരു സർട്ടിഫൈങ് സർജൻ അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്. അയാൾ എക്സാമിൻ ചെയ്ത് ഹി ഈസ് ഫിറ്റ് ഫോർ ദാറ്റ് ഫാക്ടറി. ചിലപ്പോൾ എന്തെങ്കിലും ഡസ്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടറി ആണെങ്കിൽ ഹി ഷുഡ് ബി സർട്ടിഫൈഡ് ദാറ്റ് ഹി ഡസൻ ഹാവ് എനി ആസ്മ, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഇല്ലാത്ത ആളാണെന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ സർട്ടിഫൈങ് സർജൻ കൊടുക്കണം. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇൻ സെഷൻ 70. നെക്സ്റ്റ് വൺ വർക്കിംഗ് അവേഴ്സ്, ദാറ്റ് ഈസ് ഇൻ സെഷൻ 71. എന്ന് വെച്ചാൽ ഒരു ചൈൽഡിനെ more than 4.5 hours വർക്ക് ചെയ്യിപ്പിക്കരുത്. ഡ്യൂറിങ് നൈറ്റ് a period of at least 12 consecutive hours including the interval between 10 AM to 6 PM. നൈറ്റിലാണെങ്കിൽ 12 hours 10 PM to 6 AM ഒരിക്കലും അവർ വർക്ക് ചെയ്യരുത്. Okay, no female child shall be required or allowed to work in a factory except between 8 AM and 7 PM. ഒരു ഫീമെയിൽ ചൈൽഡാണെങ്കിൽ 8 മണി തൊട്ട് 7 മണിക്ക് കൂടുതൽ ഒരിക്കലും വർക്ക് ചെയ്യരുത്. ഓക്കെ, ദീസ് ആർ മെൻഷൻഡ് ഇൻ വർക്കിംഗ് അവേഴ്സ് ഓഫ് സെഷൻ 71. നെക്സ്റ്റ്, ദ നോട്ടീസ് ഓഫ് പീരീഡ് ഓഫ് വർക്ക് ഫോർ ചിൽഡ്രൻ, ദാറ്റ് ഈസ് ഇൻ സെഷൻ 72. A notice containing details of the period during which the children can be required or allowed to work shall be displayed in every factory. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു നോട്ടീസ് ടൈം ടേബിൾ വെച്ചിട്ട് നോട്ടീസ് ഓഫ് പീരീഡ് ഓഫ് വർക്ക് ഫോർ അഡൾട്ട്സ് സെഷൻ 61 അതേപോലെ തന്നെ നോട്ടീസ് ഓഫ് പീരീഡ് ഫോർ വർക്ക് ഫോർ ചിൽഡ്രൻ ഉണ്ട് സെഷൻ 72. അതിലും ഓരോ ഫാക്ടറിയിൽ ഏതൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തൊരു നോട്ടീസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഇസ് രജിസ്റ്റർ ഓഫ് ചൈൽഡ് വർക്ക്. അതും നേരത്തെ പറഞ്ഞായിരുന്നു, രജിസ്റ്റർ ഓഫ് അഡൾട്ട് വർക്ക് ഇൻ സെഷൻ 73. ചൈൽഡ് വർക്കർ ഇസ് ഇൻ 73 ആൻഡ് ദ രജിസ്റ്റർ ഓഫ് അഡൾട്ട് വർക്കർ ഇസ് ഇൻ 62. അതിൽ പറയുന്നത് എന്താ, കുട്ടിയുടെ പേര്, എന്ത് ടൈപ്പ് വർക്കാണ്, ഏത് ഗ്രൂപ്പിലാണ്, ഏത് ഷിഫ്റ്റിലാണ്, ഷാൽ ബി മെയിൻറ്റെയിൻ ബൈ ദി ഫാക്ടറി മാനേജർ. അതേപോലെ അത് ഇൻസ്പെക്ടറിനും അവൈലബിൾ ആയിരിക്കണം ഡ്യൂറിങ് എനി ടൈം അറ്റ് ദ വർക്കിംഗ് അവേഴ്സിൽ. ഓക്കെ, now the employment of workers, young people is complete. Next one is provision relating to the safety of young people. എന്തൊക്കെയാണ് യങ് പീപ്പിളിൻ്റെ സേഫ്റ്റിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ടു എക്സ്പോസ് ടു എനി കൈൻഡ് ഓഫ് റിസ്ക്, ഒരു റിസ്ക് ഉണ്ടാവരുത്, അതിന് അവരെ ക്ലീൻ ചെയ്യാനോ ലൂബ്രിക്കേറ്റ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ വെക്കരുത്. ആസ് സെയിം ദാറ്റ് ഓഫ് വിമൻ.
Okay, next one, not in dangerous machine. Dangerous machine അവർ കൊടുക്കരുത് ബിക്കോസ് ദേ വോണ്ട് ഹാവ് മച്ച് കെയർ, അവരത്ര ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും അവരെടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു ഡ്യൂലി ആൻഡ് എഡ്യൂക്കേറ്റ് ട്രെയിനിങ് ഉള്ള ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ അവരുടെ സൂപ്പർവൈസർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അവർ വിടാവുള്ളൂ. സോ മെയിൻലി അവർ ഡേഞ്ചറസ് മെഷീൻ്റെ അടുത്ത് വിടരുത്. നോ ചൈൽഡ് ഷാൽ ബി എംപ്ലോയിഡ് ഇൻ എ ഫാക്ടറി ഫോർ പ്രസ്സിങ് കോട്ടൺ. നേരത്തെ പറഞ്ഞു വിമൻ പ്രസ്സിങ് കോട്ടൺ പ്രസ്സിൽ കൊടുക്കരുത്. ഒൺലി അറ്റ് ദ എന്തെങ്കിലും വിമൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് എൻഡ് മീൻസ് എൻഡ് പൊസിഷനിലുള്ള വർക്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ബട്ട് ചൈൽഡിനെ ഒരിടത്തും കോട്ടൺ ഓപ്പണർ ഉള്ള ഒരിടത്തും ചൈൽഡ് വർക്ക് ചെയ്യാൻ പാടില്ല. ദീസ് ആർ ദി പ്രൊവിഷൻ റിഗാർഡിംഗ് ടു ദ സേഫ്റ്റി ഓഫ് യങ് പേഴ്സൺ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ആനുവൽ ലീവ് ആൻഡ് വേജസ്. ആനുവൽ ലീവും വേജസ് ഒക്കെ എങ്ങനെയാണ്, വിച്ച് ഇസ് മെൻഷൻ ഫ്രം ദ സെഷൻ 78 to 84. First one, applicability, which is mentioned in section 78. The provision regarding annual leave with wages shall not prejudice any right to workers under any other law, award, agreement or contract of service. Okay, that is in applicability. Next, eligibility and quantum, which is mentioned in the section 79. In this, it is mentioned that a worker who has worked for 240 days or more during a calendar year shall be permitted during the subsequent calendar year leave with wages for the number of days at the rate of, എന്ന് വെച്ചാൽ ഇപ്പം 240 ഡേയ്സ് ആണ് ഒരു കലണ്ടർ ഇയർ എങ്കിൽ അതിനേക്കാളും കൂടുതൽ ദിവസം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് ലീവ്സ് കിട്ടും ഇൻ ദി സബ്സിക്വൻറ്റ് കലണ്ടർ ഇയർ. അത് ചില റേറ്റിലാണ്. ഇപ്പോൾ അതൊരു ചൈൽഡ് വർക്കർ ആണെങ്കിൽ ചൈൽഡ് വർക്കർ ഒരു 14 ഡേയ്സ് ഓഫ് വർക്ക് 240യേക്കാളും കൂടുതൽ ചെയ്തു, 15 ഡേയ്സ് ഓഫ് വർക്ക്, ദാറ്റ് ഈസ് അബൌട്ട് 255 ഡേയ്സ് ഒരു ചൈൽഡ് വർക്കർ വർക്ക് ചെയ്താൽ ഹി വിൽ ബി ഗെറ്റിംഗ് 1 day ലീവ്. ആൻഡ് ഇഫ് ഇൻ ദ കേസ് ഒരു അഡൾട്ട് വർക്കർ ആണെങ്കിൽ ഇഫ് ഹി ഈസ് വർക്കിംഗ് 260 ഡേയ്സ് ഇൻ എ കലണ്ടർ ഇയർ, ദാറ്റ് ഈസ് 20 ഡേയ്സ് അബോവ് 240, then 1 day ലീവ് വിൽ ബി ഗ്രാൻറ്റഡ്. ആൻഡ് ഓൾവേസ് ഒരു ലീവ് ചോദിക്കുമ്പോൾ 15 ഡേയ്സ് അഡ്വാൻസ് ആയിരിക്കണം ഒരു വർക്കർ ലീവിന് അപ്ലൈ ചെയ്യേണ്ടത്. നോട്ട് എനി അതർ നോർമൽ ലീവ്സ്. ആനുവൽ ലീവ്സിൻ്റെ കേസിൽ 15 ഡേയ്സ് ഇൻ അഡ്വാൻസ് വി ഷുഡ് അപ്ലൈ ഫോർ ദ ലീവ്. ആൻഡ് ദ പീരീഡ് ഓഫ് ലീവ് സ്റ്റേറ്റഡ് അബോവ് ഈസ് എക്സ്ക്ലൂസീവ് ഓഫ് ഓൾ ദ ഹോളിഡേയ്സ്. ഏതെങ്കിലും ഹോളിഡേയ്സ് ഉള്ള ദിവസങ്ങളായിരിക്കില്ല 1 day ഈ എക്സ്ട്രാ കൊടുക്കുന്നത്. ഹോളിഡേയ്സ് അല്ലാത്ത വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓരോ വർക്കേഴ്സിന് കിട്ടുന്നത്. ഇൻ സം അതർ കേസ്, ഇപ്പോൾ ഒരു വർക്കർ ഡിസ്ചാർജ് ആവുക അല്ലെങ്കിൽ ഡിസ്മിസ് അല്ലെങ്കിൽ സൂപ്പർ അനുവേറ്റഡ് ഓർ ഡൈഡ്, വർക്ക് ചെയ്ത ടൈമിൽ അയാൾ മരിക്കുകയോ അയാളെ പറഞ്ഞു വിടുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ആണെങ്കിൽ അയാൾ ലീഗൽ ഹെയർ ആൻഡ് നോമിനിക്ക് ആ വേജസിന് റൈറ്റ് ഉണ്ടാവും. ഓക്കെ, ദീസ് ആർ some of the eligibility and quantum of annual leave and wages. And one more thing, in calculation leave period കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് ലീവ് ഓഫ് ഹാഫ് ഡേ ഓർ മോർ ദാൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് 1 full day ലീവ് ആൻഡ് ഫ്രാക്ഷൻ ലെസ് ദാൻ ഹാഫ് വിൽ ബി ഒമിറ്റഡ്. ഹാഫ് ഡേനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ ആ ലീവായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഹാഫ് ഡേയിലേക്കാളും കൂടുതലായി വന്നാൽ അതൊരു ദിവസമായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലീവ് പീരീഡിൽ. ദീസ് ആർ ദി എലിജിബിലിറ്റി ആൻഡ് ക്വാണ്ടം ഓഫ് ലീവ്. നൗ ദ അക്യുമുലേഷൻ ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലീവ്. അക്യുമുലേഷൻ ആൻഡ് ക്യാരി ഫോർവേഡ്, നമ്മൾ ലീവ് ക്യാരി ഫോർവേഡ് ചെയ്തു എന്ന് പറയും. അതെന്താണെന്നാണ് ഇനി മെൻഷൻ ചെയ്യുക. If a worker does not avail the entitled leave pertains to any calendar year, the same can be added to the leave entitled to the next or succeeding calendar year. ഈ കലണ്ടർ ഇയറിൽ എടുക്കാത്ത കുറച്ച് ലീവ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് ലീവ്സ് ഉണ്ടാവുമല്ലോ, അതൊന്നും അയാൾ എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഇത് ക്യാരി ഫോർവേഡ് ആവും. ഇപ്പം നമ്മൾ BCom നമ്മൾ കോഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്തു എന്ന് പറയത്തില്ലേ, അതേപോലെ ആ വർഷം ഉപയോഗിക്കാതെ അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കും. ബട്ട് സച്ച് ക്യാരി ഫോർവേഡ് ഈസ് ലിമിറ്റഡ് ടു 30 days ഇൻ കേസ് ഓഫ് അഡൾട്ട്. ജസ്റ്റ് ഫോർ 30 days ആയിരിക്കും അത് മാറ്റി വയ്ക്കുന്നത്, അടുത്തൊരു മാസത്തേക്ക് വയ്ക്കത്തുള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് എ ചൈൽഡ് 40 days വരെ ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, നൗ ദ പ്രൊസീജിയർ ഓഫ് ഒബ്റ്റെയിനിങ് ലീവ്. എങ്ങനെയാണ് ലീവ് ഒബ്റ്റെയിൻ ചെയ്യുക? ഫസ്റ്റ്, ദ വർക്കർ ഷാൽ ഗീവ് റിട്ടൺ ആപ്ലിക്കേഷൻ ഓർ റിട്ടൺ റിക്വസ്റ്റ് ഉണ്ടാവണം 15 days അഡ്വാൻസ്. അത് നേരത്തെ പറഞ്ഞു, 15 ദിവസം മുമ്പ് കൊടുക്കണം. ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ഹി വോണ്ട്സ് ടു ടേക്ക് ഓൺ ലീവ്. ഇൻ കേസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ദ നോട്ടീസ് പീരീഡ് ഈസ് 30 days. പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൻ്റെ കേസിലാണെങ്കിൽ 30 ദിവസമായിരിക്കും, 30 ദിവസം മുമ്പ് പറയണം. നോർമലി 15 days ആണ്. ദ നമ്പർ ഓഫ് ടൈംസ് ലീവ് അവൈൽ ഷാൽ നോട്ട് എക്സീഡ് 3. 3 പ്രാവശ്യത്തിൽ കൂടുതൽ ലീവ് അവൈൽ ചെയ്യാൻ പറ്റത്തില്ല, ആനുവൽ ലീവ്സ്. If a worker wants to avail himself of a leave with wages due to him to cover a period of illness, he shall be granted such leave even if the application is not made within the specified time.
ഇപ്പോൾ ഇങ്ങനെ ടൈമുണ്ട് 15 days 30 days എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അയാളുടെ ഇൽനെസ് കാരണമായിട്ട് ഒരു ലീവ് എടുക്കേണ്ടി വരിക വിത്ത് വേജസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും ചോദിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് വെൽ ടു ഗീവ് ദ ആപ്ലിക്കേഷൻ. ദീസ് ആർ ദ പ്രൊസീജിയർ ഫോർ ഒബ്റ്റെയിനിങ് ലീവ്. നൗ ദ എൻകാഷ്മെൻറ്റ് ഓഫ് ലീവ്. എങ്ങനെയാണ് ലീവ് എൻകാഷ് ചെയ്യുക? എ വർക്കർ ലീവിങ് ഫ്രം സർവീസ് ഓർ ഹൂസ് request for leave is refused is entitled to make encashment of leave at credit. ലീവിന് എൻകാഷ്മെൻറ്റ് ക്രെഡിറ്റിൽ വാങ്ങാം. ഓക്കെ, ഹി ഷാൽ ബി പെയ്ഡ് വേജസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ലീവ് നോട്ട് ടേക്കൺ. അയാൾ വേജ് കൊടുക്കുമ്പോൾ ലീവ് എടുത്തിട്ടില്ല എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും അയാൾക്ക് വേജസ് കൂട്ടി കൊടുക്കുക. ദ പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ സെക്കൻഡ് വർക്കിംഗ് ഡേ ആഫ്റ്റർ ഡിസ്ചാർജ് or on before the next payday in case with worker quit his service. Okay, the availed portion of leave shall not be taken into consideration in computing the period of any notice required to be given before discharge or dismissal. അൺഅവെയിൽഡ് ആയിട്ടുള്ള ലീവിൻ്റെ പോർഷൻ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ അവെയിൽ ചെയ്ത ലീവ്സിന് മാത്രമാണ് എൻകാഷ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ദീസ് ആർ ദി എൻകാഷ്മെൻറ്റ് ഓഫ് ലീവ് വിച്ച് ഈസ് ഇൻ മെൻഷൻഡ് ആൻഡ് ദ അക്യുമുലേഷൻ ആൻഡ് ഫോർവേഡ്. അതിനുള്ളിൽ പെടുന്നതാണ് ഇതെല്ലാം. എലിജിബിലിറ്റി ഓഫ് കോണ്ടത്തിനുള്ളിൽ പെടുന്നതാണ് അക്യുമുലേഷൻ ഓഫ് ക്യാരി ഫോർവേഡും പ്രൊസീജിയർ ഓഫ് ലീവും എൻകാഷ്മെൻറ്റ് ഓഫ് ലീവും, ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നൗ ദ വേജസ് ഡ്യൂറിങ് ലീവ് പീരീഡ്. ലീവ് പീരീഡിൽ എങ്ങനെയാണ് വേജസ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 80. For the leave allowed to a worker, he shall be entitled to wages at a rate equal to the daily average of his total full-time earnings for the days on which he actually worked during the month immediately preceding his leave. അയാളുടെ ഒരു ടോട്ടൽ മന്തിൻ്റെ സേവിങ്സിൻ്റെ ആവറേജ് ആയിരിക്കും അയാളുടെ ലീവിനുള്ള അയാളുടെ വേജസ്. Okay, next, overtime and bonus are not included to the full-time earnings. Overtime bonusum കൊടുക്കത്തില്ല. But the DNS allowance and the cash equivalent of the advantage acquiring through the concessional sale to the worker of food grains and articles are inclusive. ഫുഡ് ഗ്രെയിൻസിന് ആർട്ടിക്കിൾസിനൊക്കെ കൊടുക്കുന്ന കൺസെഷണൽ സെയിൽ ആ എമൗണ്ടും അതുപോലെ DNS അലവൻസും ക്യാഷ് equivalent to the advantage acquiring through these two things can be included, but ഓവർ ടൈം ബോണസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല വേജസ് ഡ്യൂറിങ് ലീവ് ടൈമിൽ. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ടേക്ക് സം ഓഫ് ദ റൂൾസ് ഇൻ ദ ഫോളോയിങ്. കുറച്ച് ഇനി താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾക്ക് ഇനി പറയാൻ പോകുന്നതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ച് റൂൾസ് ഇട്ടിട്ടുണ്ട്. ദ മാനർ ഇൻ വിച്ച് ദ ക്യാഷ് ഇക്വലൻറ്റ് ഓഫ് ദ ഫോർ സെഡ് അഡ്വാൻറ്റേജ് ഷാൽ ബി കമ്പ്യൂട്ടഡ്. എങ്ങനെയാണ് ക്യാഷ് ഇക്വലൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? അതേപോലെ ദ രജിസ്റ്റർ ഷാൽ ബി കെപ്റ്റ് ഇൻ എ ഫാക്ടറി ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂറിങ് കംപ്ലയിൻസ്. ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം ഇതിനെ പറ്റിയിട്ടുള്ളത്. കംപ്ലയിൻസ് ഏതൊക്കെയാണ് ഫാക്ടറി ഇതിനനുസരിച്ച് പോകുന്നത് എന്നുള്ള രജിസ്റ്റർ ഉണ്ടായിരിക്കും. ദീസ് ആർ മെൻഷൻഡ് ഇൻ ദ വേജസ് ഡ്യൂറിങ് ദ ലീവ് പീരിയഡ്. Next one is advance payment. What is advance payment? In certain case, an advance payment of wages shall be paid for the dues against the leave allowed. For adult, leave allowed shall not be less than 4 days and 5 days for children. Advance payment എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വേജസ് ഡ്യൂസ് കൊടുക്കുക, ഡ്യൂസ് എഗെയിൻസ്റ്റ് ദ ലീവ് അലൗഡ്, അതിനാണ് അഡ്വാൻസ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ലീവ് അലൗഡ് ഫോർ അഡൾട്ട് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4 days and for the child is not less than 5 days. In that case, advance payment can be done. Mode of recovery of unpaid wages. എങ്ങനെയാണ് അൺപെയ്ഡ് വേജസിൻ്റെ റിക്കവറി നടത്തുക? ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ സെഷൻ 82. The unpaid entitled amount of wages by the employer can be recovered as delayed wages under the provision of Payment of Wages Act in 1936. ഈ അൺപെയ്ഡ് വേജസിൻ്റെ റിക്കവറിക്ക് വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ആക്ട് 1936 ബേസ് ചെയ്തിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിലേഡ് ഇതിൻ്റെ അത് മാത്രം അതിനകത്തുനിന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ദെൻ ദ പവർ ടു എക്സെംപ്റ്റ് ഫാക്ടറി. ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 84. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് may exempt a factory from the operation of the rules if it is satisfied that its on leave rule provides benefit which are not less favorable to the workers than the statutory leave rules. ഇപ്പോൾ ചില ഫാക്ടറികൾക്കൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നുണ്ട് ചില ഫാക്ടറിക്കൊക്കെ അവരുടെ റൂൾസിൽ വർക്ക് ചെയ്യാം. ഇൻ ദാറ്റ് കേസ് വർക്കേഴ്സ് അതിന് ഓക്കെ ആയിരിക്കണം. വർക്കേഴ്സിന് ഫേവറബിൾ അല്ലാത്ത രീതിയിലൊന്നും ഫാക്ടറീസിന്
പവേഴ്സ് ഇല്ല ലീവ്സിനൊന്നും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, പവർ ടു അപ്ലൈ ദ ഫാക്ടറി ആക്ട് ടു സർട്ടൻ പ്രിമൈസസ്. ചില പ്രിമൈസസിൽ നമുക്ക് ഫാക്ടറി ആക്ട് കൊണ്ടുവരാം. വാട്ട് ആർ ദേ? The state government through notification can declare that all the provisions under the act can be made applicable to any place wherein manufacturing process is carried on with or without the aid of power. വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ ഫാക്ടറി അല്ലല്ലോ, പവർ വെച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും ഫാക്ടറി. ബട്ട് സം ടൈംസ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന ഈ റൂൾസൊക്കെ തന്നെ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ പവറിൽ വർക്ക് ചെയ്യാത്ത വേറെ ഓർഗനൈസേഷനിലും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദിസ് പ്രൊവിഷൻ മേ ബി മെയ്ഡ് ആപ്ലിക്കബിൾ ടു എ ഫാക്ടറി ഈവൻ വേർ ദ വർക്കർ എംപ്ലോയിഡ് ഇസ് ലെസ് ദാൻ 10. 10 പേരിൽ താഴെയാണെങ്കിലും വർക്കിംഗ് വിത്ത് എ പവർ ഓഫ് എയ്ഡ് ആണെങ്കിലും ലെസ് ദാൻ 20 ആണെങ്കിലും പവർ ഉള്ളതെടുത്താണെങ്കിലും ഒക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ എ പേഴ്സൺ വർക്കിംഗ് വെയറിൻ ഓർ നോട്ട് എംപ്ലോയിഡ് ബൈ ദ ഓണർ വെയർ ഓഫ് ബട്ട് ആർ വർക്കിംഗ് വിത്ത് എ പെർമിഷൻ ഓർ അഗ്രിമെൻറ്റ് ഓഫ് സച്ച് ഓണർ. ഒരു ഓണർ എംപ്ലോയ് ചെയ്തല്ലാതെ ഇപ്പോൾ കോൺട്രാക്റ്റിൽ ആൾക്കാർ എടുക്കത്തില്ലേ, അവർക്കും ഇത് ആപ്ലിക്കബിൾ ആണെന്നാണ് ഇതിൽ പറയുന്നത് സെഷൻ 85. സിമിലർലി ഇഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ് ഇസ് ഡൺ ബൈ ദ ഓണർ ഓൺലി വിത്ത് ദ എയ്ഡ് ഓഫ് എസ് ഫാമിലി, അങ്ങനെയാണെങ്കിൽ ഈ പ്രൊവിഷനൊന്നും വേണ്ട. മാനുഫാക്ചറിങ് പ്രോസസ്സ് ചുമ്മാ അയാളുടെ ഫാമിലിയും ആ മനുഷ്യനും കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ വേറൊരു വർക്കേഴ്സും പുറത്തുനിന്നില്ലെങ്കിൽ അയാൾക്കൊരു കുഴപ്പമില്ല, ഈ ഫാക്ടറി ആക്ടിനനുസരിച്ചൊന്നും മൂവ് ചെയ്യണമെന്നില്ല. സോ നമ്മളിന്ന് നമ്മുടെ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാ സെഷൻസും പഠിക്കണം. സെഷൻസിൽ എന്താണ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞ് ഫാക്ടറി എന്താണെന്ന് ചോദിക്കാം, വർക്ക്മെൻ എന്താണെന്ന് ചോദിക്കാം, ലീവിൻ്റെ രീതികൾ എന്താണെന്ന് ചോദിക്കാം, അങ്ങനെ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ സേഫ്റ്റി എന്താണ്, വെൽഫെയർ എന്താണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. സോ എവറിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് ദ സെഷൻ ആൻഡ് വാട്ട് ഈസ് ദ കണ്ടന്റ് ഇൻ ഈ സെഷൻ. Okay, so for today law regarding to the factory is complete. So ഇന്നത്തെ ഞാൻ അസൈൻമെൻറ്റ് ആയിട്ട് തരുന്നത് പ്രൊവിഷൻ റിഗാർഡിംഗ് വർക്കിംഗ് അവേഴ്സിൽ അവേഴ്സ് ഓഫ് വർക്ക്, കോമ്പൻസേറ്ററി അവേഴ്സ്, ഡെയിലി അവേഴ്സ്, ഇൻ്റർവെൽ ഫോർ റെസ്റ്റ് ആൻഡ് സ്പ്രെഡ് ഓവർ. ഈ ആദ്യത്തെ ഈ 5 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ ഇന്ന് അസൈൻമെൻ്റ് ആയിട്ട് എഴുതി വയ്ക്കേണ്ടത്. ഇന്നെന്ന് പറഞ്ഞാൽ നാളെ വൈകിട്ടിനുള്ളിൽ നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കണം. ഡിലേ ആരും കാണിക്കരുത്. ഇപ്പോൾ തന്നെ ഡിലേ കുറേ പേര് പതുക്കെ തോന്നുമ്പോഴൊക്കെയാണ് അസൈൻമെൻറ്റ്സ് ഇടുന്നത്. അങ്ങനെ ഇടരുത്, കറക്റ്റ് ടൈമിൽ ഇടണം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യങ്ങളോ വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമുക്കിനി നാളെ മീറ്റ് ചെയ്യാം. താങ്ക് യു.